ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് അമ്പലങ്ങളിലേക്കാണ്. ഫസ്റ്റ് നമ്മൾ പോയത് ഈ ഒരു അമ്പലത്തിലാണ്, ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് പറ്റി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഗുരുവായൂർ അമ്പലത്തിലേക്കായിരുന്നു. ബേസിക്കലി ഞങ്ങൾ വയനാട്ടുകാരായതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലെ അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീൽഡ് മൂഡാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കളിമണ്ണ് പ്രതിമയാണ് ഈ ഒരു മലപ്രഭു എന്ന് പറയുന്നത്. നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ ആ വഴി നടക്കുമ്പോൾ നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല സ്മെല്ലൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു മസാല ദോശ മേടിച്ചു, വടയുണ്ടായിരുന്നു. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ രാവിലെ വെളുപ്പിന് എണീറ്റ് അമ്പലത്തിലേക്ക് പോയി. പോകുന്ന വഴിക്ക് പൂവ് കണ്ടു. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ മേടിച്ച് തലയിലൊക്കെ ചൂടിയിട്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു പൂക്കളൊക്കെ കാണാൻ. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ഒരുപാട് നല്ല ഭംഗിയുള്ള ഓരോരോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ഈ ഒരു പെയിൻറ്റിങ് ആയിരുന്നു. ഒരുപാട് പെയിൻറ്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഉള്ളിലുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതു. ഒരു പ്രത്യേക ഫീലായിരുന്നു, കാരണം ആ ഒരു അമ്പലത്തിലെ കൊത്തുപണികളും പിന്നെ അവിടെ ആനകളുണ്ടായിരുന്നു, ആനയും. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഒരു ഇമോഷണലി നമുക്ക് ഭയങ്കര ഒരു ഡിവൈനിറ്റി ഒക്കെ തോന്നുന്നൊരു ഒരു ലൊക്കേഷൻ തന്നെയാണ് ഗുരുവായൂർ. അവിടെ നിന്ന് ഞങ്ങളങ്ങനെ അടുത്ത അമ്പലത്തിലേക്ക് പോയി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലായിരുന്നു ഞങ്ങൾ പിന്നെ പോയിരുന്നത്. ഇതൊരു അടിപൊളി അമ്പലമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അമ്പലം കാണാനും. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു സീൻ കണ്ടിട്ടാണ് ഞങ്ങൾ ഉള്ളോട്ട് കയറുന്നത്. അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ വെള്ളമാണ്, നല്ല രസമുണ്ടായിരുന്നു വെള്ളം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുള്ളിൽ കുറേ മീനുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനുള്ള തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞങ്ങളൊക്കെ നോക്കി, മീന് അങ്ങനെ ഒന്നും കാണുന്നില്ല, ചിലപ്പോൾ കുറച്ചുകൂടിയും ഒരു സൈഡിലേക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ തോണിയൊക്കെ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു സൂര്യൻ ഉദിച്ച് വന്നത് കാണാൻ. വെളുപ്പിനൊരു 7 മണിയൊക്കെ ആയിട്ടുള്ളൊരു ടൈമിലായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയിരുന്നത്. അടിപൊളി സീനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇഡ്ഡലിയൊക്കെയായിരുന്നു കഴിച്ചത്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കായിരുന്നു പോയിരുന്നത്. കൊടുങ്ങല്ലൂർ അമ്പലം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പണ്ടോട്ടേ ഈ ടി വിയിൽ ഓരോ പാട്ടുകളൊക്കെ കേട്ടിട്ട് നമുക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട് അമ്പലത്തിൽ, എന്നാലും എത്ര കണ്ടാലും നമുക്കൊരു പ്രത്യേക ഫീലാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് നേരെ വയനാട്ടിലേക്ക് തന്നെ തിരിച്ചു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.